ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഹിസ്റ്ററിയുടെ 15ാമത്തെ ചാപ്റ്റർ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, അതിലൊന്നാം ഭാഗം പഴശ്ശി രാജ ആൻഡ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. പഴശ്ശി കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിയുടെ പോരാട്ടം. The Pazhassi revolt was one of the most significant revolt in South India against the British. ബ്രിട്ടീഷുകാർക്കെതിരായ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപങ്ങളിലൊന്നാണ് പഴശ്ശി കലാപം. ദ ബ്രിട്ടീഷ് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ അതോറിറ്റി ഓവർ മലബാർ. ബ്രിട്ടീഷുകാർ മലബാറിൽ തങ്ങളുടെ മേധാവിത്വം സ്ഥാപിച്ചിരുന്നു. ദെയർ റോങ് ആറ്റിറ്റ്യൂഡ് ടു ജസ്റ്റിസ് കോസ് ദ റിവോൾട്ട്. അവരുടെ തെറ്റായ നയങ്ങളും അവരുടെ ഇൻജസ്റ്റിസായ അന്യായപരമായ പെരുമാറ്റങ്ങളുമാണ് കലാപത്തിന് കാരണമായത്. കേരളവർമ്മ പഴശ്ശിരാജ വാസ് എ മെമ്പർ ഓഫ് കോട്ടയം ഡൈനാസ്റ്റി ഇൻ മലബാർ. മലബാറിലെ കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഇൻ ദ ബിഗിനിങ് ഹി വാസ് ഇൻ ഫ്രണ്ട്ലി ടേംസ് വിത്ത് ബ്രിട്ടീഷ്. ആദ്യകാലങ്ങളിലൊക്കെ വളരെ സൗഹാർദ്ദപരമായ രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാരുമായി അദ്ദേഹത്തിൻ്റെ ബന്ധം. ഇൻ ദ മൈസൂർ വാർ ഹി ഈവൻ ഹെൽപ്പ് ദം. മൈസൂർ യുദ്ധത്തിലൊക്കെ ബ്രിട്ടീഷുകാരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ട്. ആസ് എ റിവാർഡ് ഫോർ ഹിസ് ഹെൽപ്പ് ദ ബ്രിട്ടീഷ് ഗ്രാൻഡഡ് ഹിം ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം പീപ്പിൾ. ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് നൽകാമെന്ന് ഒരു അതിൻ്റെ പ്രതിഫലമായി, സഹായിച്ചതിൻ്റെ പ്രതിഫലമായി നൽകാമെന്ന് വാക്ക് നൽകി. ബട്ട് വെൻ മലബാർ ബിക്കം അണ്ടർ ദെയർ അതോറിറ്റി ദ ബ്രിട്ടീഷ് ഫോർഗോട്ട് ദിസ് പ്രോമിസ്. എന്നാൽ മലബാർ അവരുടെ കയ്യിൽ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ വാക്ക് പാലിച്ചില്ല. ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് വാസ് ഗിവൻ ടു ആൻ അങ്കിൾ ഓഫ് പഴശ്ശി, ദ കിങ് ഓഫ് കുറുമ്പനാട്. അതായത് നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശി രാജായുടെ ഒരമ്മാവിനെ, കുറുമ്പനാട് രാജാവിനെ നൽകി. This king charged the people heavy taxes and used very cruel method to get the money from them. അപ്പോൾ ഈ കുറുമ്പനാട് രാജാവ് അല്പം ക്രൂവലായ ഒരു രാജാവായിരുന്നു. അപ്പോൾ ഈ ടാക്സ് വാങ്ങിക്കാൻ വേണ്ടി ജനങ്ങളോട് വളരെയധികം ക്രൂരമായ രീതികളൊക്കെ പ്രയോഗിച്ചിട്ടാണ് അവരോട് ടാക്സ് വാങ്ങിച്ചിരുന്നത്. ഇറ്റ് വാസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദാറ്റ് പഴശ്ശി റിബൽഡ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആരംഭിച്ചത്. There were 2 stages in the പഴശ്ശി റിവോൾട്ട്. പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഫ്രം 1793 തുടങ്ങി 97 വരെ. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പഴശ്ശി സ്റ്റാർട്ടഡ് ഹിസ് റിവോൾട്ട് ബൈ പ്രിവെൻറ്റിംഗ് ടാക്സ് കളക്ഷൻ ഫോർ ദ ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കുള്ള നികുതി പിരിവ് തടയുന്നതിലൂടെ പഴശ്ശി രാജാവ് തൻ്റെ കലാപം ആരംഭിക്കുകയാണ്. ജനങ്ങളോട് ടാക്സ് കൊടുക്കണ്ട എന്ന് ആഹ്വാനം ചെയ്യുകയും അതവർക്ക് നൽകാതെ ഇരിക്കുകയും ചെയ്തു. പഴശ്ശീസ് ആർമി കൺസിസ്റ്റഡ് ഓഫ് മുസ്ലിം ആൻഡ് നായർ ഫാമേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് കുറിഞ്ചി ട്രൈബ്. അപ്പോൾ മുസ്ലിം നായർ കർഷകരും അതുപോലെ കുറിച്ചി ഗോത്രത്തിലെ അംഗങ്ങളൊക്കെ ആയിരുന്നു പഴശ്ശിയുടെ ആർമിയായിട്ട് അല്ലെങ്കിൽ സൈന്യമായിട്ട്. ഇറ്റ് സ്ട്രോങ്ലി വിത്ത്സ്റ്റുഡ് ദ അറ്റാക്ക് ബൈ ദ കമ്പനീസ് ആർമി. അപ്പോൾ കമ്പനിയുടെ സൈന്യത്തിൻ്റെ കമ്പനിയുമായി ഏറ്റുമുട്ടി. കാരണം ഇദ്ദേഹത്തിൻ്റെ പഴശ്ശിയുടെ സൈന്യവും ഒക്കെ ശക്തമായി ഏറ്റുമുട്ടി. പഴശ്ശി റിക്വസ്റ്റഡ് ദ ഹെൽപ്പ് ഓഫ് മൈസൂർ ടു ഡ്രൈവ് അവേ ദ ബ്രിട്ടീഷ് ഫ്രം വയനാട്. വയനാടിൽ നിന്ന് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ മൈസൂറിൻ്റെ സഹായവും പഴശ്ശി രാജാവ് നേടി. ദ ബ്രിട്ടീഷ് ആർമി വാസ് കണ്ടിന്യൂസ്ലി ഡിഫീറ്റഡ് ഇൻ 1797. അപ്പോൾ 1797 ബ്രിട്ടീഷ് സൈന്യം പഴശ്ശി രാജയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് നടത്തി, പഴശ്ശിരാജവുമായിട്ട് ഒരു കരാറുണ്ടാക്കി ബ്രിട്ടീഷുകാരെ പിന്മാറുകയുണ്ടായി. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 1800 ഇത് രണ്ടാം കലാപഘട്ടം എന്ന് പറയുന്നു.
ഇത് റീസൺ എന്താണ്? ദ റീസൺ വാസ് ദ മൂവ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ടേക്ക് ഓവർ വയനാട്. വയനാട് പിടിച്ചെടുക്കുവാനുള്ള ഒരു നീക്കം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അവർ പഴശ്ശിയുമായി ഉണ്ടാക്കി വെച്ച ഉടമ്പടികളെല്ലാം ലംഘിച്ചുകൊണ്ട് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഈ സമയത്തും സഹായിക്കാനായിട്ട് കുറിച്ചീസും കുറുമ്പർ ആദിവാസി ഗ്രൂപ്പുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഴശ്ശി ആക്രമണങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശി സൈന്യത്തിൽ ചേർന്നു. ഫൈനലി വെല്ലസ്ലി ഡിഫീറ്റഡ് പഴശ്ശി. അപ്പോൾ വെല്ലസ്ലി പ്രഭു വളരെ ശക്തമായ പോരാട്ടത്തിലൂടെ പഴശ്ശി രാജാവെ പരാജയപ്പെടുത്തി. പഴശ്ശി സ്റ്റിൽ കണ്ടിന്യൂഡ് ഹിസ് റെസിസ്റ്റൻസ്. എങ്കിലും ആ അവസാന നിമിഷം വരെ പഴശ്ശി രാജ തൻ്റെ പോരാട്ടം തുടർന്നു. ബട്ട് ആൻ ആർമി അണ്ടർ തോമസ് ഹാർവേ ബാബർ. അപ്പോൾ ഈ സമയത്ത് സബ് കളക്ടർ തലശ്ശേരിയിലെ സബ് കളക്ടർ നേതൃത്വത്തിലുള്ള സൈന്യത്തിൻ്റെ മുന്നിലാണ് പിടിച്ചു നിൽക്കാനാകാതെ പരാജയം സമ്മതിക്കേണ്ടി വന്നത്. അപ്പോൾ 30th November 1805 ഇൻ ദ ബാറ്റിൽ പഴശ്ശി ലോസ്റ്റ് ഹിസ് ലൈഫ്. ഇപ്പോൾ 1805 നവംബർ 30 ഇത് സബ് കളക്ടറുമായി ഏറ്റുമുട്ടി തോമസ് ഹാർവിയുമായി ബബാറിൻ്റെ കീഴിലുള്ള സൈന്യവുമായി ഏറ്റുമുട്ടി പഴശ്ശിരാജയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് പഴശ്ശി റിവോൾട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ട്രാവൻകൂർ കൊച്ചി. ഇതിപ്പോൾ വയനാട്ടിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി തിരുവിതാംകൂർ കൊച്ചിയിലുള്ള പോരാട്ടങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും നടത്തിയ കോളോണിയൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ. അപ്പോൾ ആഫ്റ്റർ ഓക്യുപ്പൈങ് മലബാർ ദ അറ്റൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ടേൺ ടു കൊച്ചി ആൻഡ് ട്രാവൻകൂർ. അതായത് മലബാറിനെ പിടിച്ചടക്കിയ ശേഷം ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ തിരുവിതാംകൂറിലേക്കും അതുപോലെ തന്നെ കൊച്ചിയിലേക്കും തിരിഞ്ഞു. അപ്പോൾ അക്കാലത്ത് ദേ ട്രൈ ടു എസ്റ്റാബ്ലിഷ് ദെയർ പൊളിറ്റിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദീസ് പീപ്പിൾ. ഈ പ്രദേശങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയ വാണിജ്യങ്ങൾ താല്പര്യങ്ങൾ സ്ഥാപിക്കാനാണ് ബ്രിട്ടീഷുകാർ ഓരോ പ്രദേശങ്ങളും പിടിച്ചടക്കുന്നത്. 1800 കമ്പനി അപ്പോയിൻറ്റഡ് കേണൽ മാക്കിലെ ആസ് ദ റെസിഡൻറ്റ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി. കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും റെസിഡൻ്റായിട്ട് കേണൽ മാക്കിലയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയോഗിച്ചു. മാക്കിലെ സ്റ്റാർട്ടഡ് കൺട്രോളിങ് ദി ഇൻറ്റേർണൽ അഫെയർ ഓഫ് ദീസ് നേറ്റീവ് സ്റ്റേറ്റ്സ്. ഈ പ്രദേശത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി മാക്കലെ. ബൈ ദിസ് ദ റൂളേഴ്സ് ലോസ് ദെയർ സോവറിനിറ്റി. അപ്പോൾ അവിടെയുള്ള ഭരണാധികാരികൾക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദളവ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു വേലുത്തമ്പി. വേലുത്തമ്പി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ട്രാവൻകൂർ. 1805 ബ്രിട്ടീഷ് സൈൻഡ് എ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി വിത്ത് ട്രാവൻകൂർ. അപ്പോൾ ട്രാവൻകൂറുമായിട്ടൊരു സൗഹൃദ കരാറ് ബ്രിട്ടീഷുകാരെ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ത്രൂ ദിസ് ദ റെസിഡൻറ്റ് ഗോട്ട് ദ പവർ ടു ഇൻ്റർഫിയർ ഇൻ ദി ഇൻറ്റേർണൽ അഫെയർസ് ഓഫ് ദ സ്റ്റേറ്റ്. ആ ഒരു കരാറനുസരിച്ചിട്ട് ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ റെസിഡൻറ്റിന് അധികാരം ലഭിച്ചു. വിച്ച് ലോസ്റ്റ് ഇറ്റ്സ് പൊളിറ്റിക്കൽ ഫ്രീഡം. അപ്പോൾ തിരുവിതാംകൂറിനെ അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് ദ ട്രിബ്യൂട്ട് വിച്ച് ദ സ്റ്റേറ്റ് ഓഡ് ടു ദ കമ്പനി ഷുഡ് ബി പെയ്ഡ് വിതിൻ എ സർട്ടൺ ടൈം. അപ്പോൾ ഇതുപോലെ തന്നെ റെസിഡൻ്റ് ആവശ്യപ്പെട്ടു, ഉടനെ തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട കരം ഉടനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. വിതൗട്ട് ഗിവിങ് എനി കൺസിഡറേഷൻ ടു ദ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഫേസിങ് ദ സ്റ്റേറ്റ്. തിരുവിതാംകൂർ അക്കാലത്ത് ഫേസ് ചെയ്യുന്ന ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഗണനയും നൽകാതെ കമ്പനി പറഞ്ഞു തങ്ങൾക്ക് കിട്ടേണ്ട കരം ഉടനെ കിട്ടണം. One man named Mathu Taragan owed a lot of money to the state as tax arrears. അപ്പോൾ മാത്തു തരകൻ എന്ന ഒരാൾ നികുതി കുടിശ്ശികയായി തിരുവിതാംകൂർ സംസ്ഥാനത്തിന് ധാരാളം പണം കുടിശ്ശിക നൽകാനുണ്ടായിരുന്നു. അപ്പോൾ വേലുത്തമ്പി ദളവ ഓർഡർ ടു കോൺഫിസ്കേറ്റ് ഹിസ് പ്രോപ്പർട്ടി. അപ്പോൾ ആ സ്വത്ത് കെട്ടണാൻ വേലുത്തമ്പി ദളവ ഉത്തരവിട്ടു. പക്ഷേ മാക്കിലെ അതിലിടപെട്ടു. ആ ഒരു ഉത്തരവ് ക്യാൻസൽ ചെയ്തു. ബട്ട് മാക്കിലെ ഇൻ്റർഫിയർഡ് ആൻഡ് ക്യാൻസൽ ദ ഓർഡർ ഓഫ് ദ ദളവ. All these incidents prompted the Dalawa to embark on an armed conflict against the company. ഇത് ആയപ്പോൾ ദളവ ഉടനെ തന്നെ കമ്പനിക്കെതിരെ
യുദ്ധം പ്രഖ്യാപിക്കാനായി ഇറങ്ങി. അതിന് സഹായം തേടിയത് കൊച്ചിയിലെ പ്രൈം മിനിസ്റ്റർ ദളവയിലെ പാലിയത്തച്ഛനോടാണ്. അപ്പോൾ ഹീ ഹാഡ് എനിമിറ്റി വിത്ത് മാക്കുലെ. അപ്പോൾ ഈ മെക്കാലെ പ്രഭുവിനോട് വളരെയധികം ശത്രുത ഉണ്ടായിരുന്ന കൊച്ചി പ്രൈം മിനിസ്റ്റർ ദളവയോട്, പാലിയത്തച്ഛനോട് വേലുത്തമ്പി ദളവ സഹായം അപേക്ഷിക്കുകയും അവർ തമ്മിലൊരു രഹസ്യ കരാറുണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ കോണ്ടാക്ട് ചെയ്തു മൊറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായിട്ടും അതുപോലെ കോഴിക്കോട് ഉള്ള സാമൂതിരിയുമായിട്ടും ഒരു രഹസ്യ കരാറുണ്ടാക്കി കമ്പനിയുമായി ഏറ്റുമുട്ടുമ്പോൾ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദേ ഓൾസോ സീക്രറ്റ്ലി കോണ്ടാക്റ്റഡ് ദ ഫ്രഞ്ച് ഇൻ മൊറീഷ്യസ് and the Samarins of Kozhikode and requested them to give their support in their fight against the company. അപ്പോൾ ഇതനുസരിച്ച് in 1808 the combined armies of Travancore and Kochi attacked the residents of Macaulay in Kochi. അപ്പോൾ മക്കാലയുടെ വീട് വസതി വളഞ്ഞു. എന്നാൽ ദ റെസിഡൻറ്റ് എസ്കേപ്ഡ് ഇൻ എ ബ്രിട്ടീഷ് ഷിപ്പ്. ഉടനെ തന്നെ ഒരു ബ്രിട്ടീഷ് കപ്പലിൽ അദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ സമയത്ത് വേലുത്തമ്പി ദളവ കുണ്ടറയിലെത്തി. As a revolt was in progress, Dalava reached Kundra. He issued a proclamation on 11th January 1809 asking the people to join him against the British. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തങ്ങളോടൊപ്പം നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ ഒരു വിളംബരം നടത്തി. ഇതിനെയാണ് കുണ്ട്ര പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. It is considered as an important document showing the fight of South India against colonization. ഇപ്പോൾ കോളനി വാഴ്ചയ്ക്കെതിരെ സൗത്ത് ഇന്ത്യയുടെ പോരാട്ടം എന്ന് പറയുന്നതിൽ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു രേഖയായിട്ട് കുണ്ട്ര വിളംബരം പറയുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ വെറുതെ ഇരുന്നില്ല. അവർ തിരിച്ചടിച്ചു. അവർ വീണ്ടും കൊച്ചിയെയാണ് ആക്രമിച്ചത്. അപ്പോൾ പാലിയത്തച്ഛൻ എന്ത് ചെയ്തു? വേഗം തന്നെ വിഡ്രോ ഫ്രം ദ റിവോൾട്ട് ബൈ സൈനിങ് എ ട്രീറ്റി വിത്ത് ദ ബ്രിട്ടീഷ്. അപ്പോൾ പാലിയത്തച്ഛൻ വേഗം തന്നെ ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ചെയ്തിട്ട് കലാപത്തിൽ നിന്ന് മാറി നിന്നു. ദ ബ്രിട്ടീഷ് പെർസ്യൂഡ് ദ ട്രാവൻകൂർ കിങ് ടു റിമൂവ് വേലുത്തമ്പി ഫ്രം ഹിസ് പോസ്റ്റ്. അപ്പോൾ തിരുവിതാംകൂർ രാജാവിനോട് ആവശ്യപ്പെട്ടു വേലുത്തമ്പിയെ ദളവ എന്ന പോസ്റ്റിൽ നിന്ന് മാറ്റണമെന്ന്. അപ്പോൾ പുതിയ ദളവയെ തിരുവിതാംകൂർ രാജാവ് അപ്പോയിൻ്റ് ചെയ്തു. ഉണ്ണിത്തമ്പിയായിരുന്നു പുതിയ ദളവ. അപ്പോൾ പുതിയ ദളവ ന്യൂ ദളവ ആസ്ക്ഡ് ദ പോലീസ് ടു അറസ്റ്റ് വേലുത്തമ്പി. പുതിയ ദളവ ഉണ്ണിത്തമ്പി പറഞ്ഞു പോലീസിനോട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ വേലുത്തമ്പി ദളവയെ. ആസ് എ റിവാർഡ് വാസ് ഡിക്ലെയർഡ് ഫോർ ക്യാച്ചിങ് ഹിം. അദ്ദേഹത്തിനെ പിടിക്കുന്ന ആൾക്കൊരു വലിയ തുക പാരിതോഷം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. വേലുത്തമ്പി ടുക്ക് റെഫ്യൂജ് ഇൻ എ ഹൗസ് അറ്റ് മന്നടിയിലെ ഒരു വീട്ടിൽ വേലുത്തമ്പി ദളവ ഒളിച്ചിരുന്നു. വെൻ ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ട്രാവൻകൂർ സറണ്ടർഡ് ദ ഹൗസ്, ദ വേലുത്തമ്പി കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പോൾ തിരുവിതാംകൂർ രാജാവിൻ്റെ സൈന്യവും അതോടൊപ്പം ബ്രിട്ടീഷുകാരുടെ സൈന്യവും വളഞ്ഞു അദ്ദേഹം താമസിച്ചിരുന്ന വീട്. വേലുത്തമ്പി അവരുടെ പിടിയിൽപ്പെടാതെ സ്വയം ആത്മഹത്യ ചെയ്തു. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ബി കോട്ട് എലൈവ് ആൻഡ് ഇൻസൾട്ടഡ്. ജീവനോടെ പിടിക്കപ്പെടാനോ അപമാനിക്കപ്പെടാനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണം സ്വയം വരിച്ചു. വിത്ത് ദിസ് ദ ഹീറോയിക് റെസിസ്റ്റൻസ് എഗൻസ്റ്റ് ബ്രിട്ടീഷ് എൻഡഡ് ഇൻ ട്രാവൻകൂർ. അപ്പോൾ ട്രാവൻകൂറിൽ ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടം അതോടെ അവരെ ചെറുത്ത് നിൽക്കുന്ന പോരാട്ടം അവിടെ അവസാനിച്ചു. പിന്നെ അടുത്ത ടോപ്പിക്കുമായി ഉടനെ എത്താം. താങ്ക് യു.